ഭംഗിയായിട്ട് മനസ്സിലാവും. ഇനി ഞങ്ങളെല്ലാം പുസ്തകം കണ്ണുകൊണ്ട് വായിച്ചു. ഞാനൊക്കെ വായിച്ച് 16-18 മണിക്കൂറിൽ നിന്ന് വായിച്ച് എൻ്റെ കൺപോള അങ്ങ് വീണുപോയി. ഇടത്തെ കൺപോള 90% അടഞ്ഞിരിക്കുക, ഈ കൺപോള 70% അടഞ്ഞിരിക്കുക. ഞാൻ എൻ്റെ കണ്ണാടി 2 ഇരുമ്പ് കമ്പി വെച്ച് പൊക്കിക്കൊണ്ട് നടക്കുക. ഞാൻ ആരെങ്കിലും നോക്കിയാൽ അവർ വിചാരിക്കും ഞാൻ തുറച്ച് നോക്കുകയെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഈ ഗതികേടില്ല. പുസ്തകം വായിക്കാൻ കണ്ണ് വേണ്ട. ഇപ്പോൾ ഓഡിയോ ബുക്ക് സീരീസാണ്. ഓഡിയോ ബുക്കിനകത്ത് കയറണം. എന്നിട്ട് പുസ്തകം അടിച്ചു കൊടുത്താൽ ഒരാളിരുന്ന് അത് വായിക്കും. ഞാൻ വിൽ ഡ്യൂറിൻ്റെ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ 6 മാസം കൊണ്ട് വായിച്ചു തീർത്തു, 10,000 പേജ്. നിങ്ങൾക്കിപ്പം ചാരുകസരക്കറി അങ്ങോട്ട് കിടന്നിട്ട് കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് വിൽ ഡ്യൂറൻ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ ഓൾ ഇൻ വൺ അവർ ഓറിയൻ്റൽ ഹെറിറ്റേജ് ചാപ്റ്റർ 4 ഇന്ത്യൻ സിവിലൈസേഷൻ അടിച്ചു കഴിഞ്ഞാൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് പീറ്റർ സി ആ പുസ്തകം ഇരുന്ന് ഇങ്ങനെ വായിക്കും. സുഖം പരിപാടി. ഞങ്ങൾ കണ്ണുകൊണ്ട് വായിച്ചു, നിങ്ങൾ ചെവി കൊണ്ട് പുസ്തകം വായിക്കും. ഇനി അങ്ങനെ പുസ്തകം വായിച്ച 2 ഗുണമുണ്ട്. ഒന്ന്, ഇംഗ്ലീഷ് ഭാഷ എങ്ങനെ സംസാരിക്കണം, ഓരോ വാക്കും എങ്ങനെ ഉച്ചരിക്കണം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കും. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന പല വാക്കും സാഹിബിനെ കേട്ടാൽ മനസ്സിലാവത്തില്ല. നമ്മൾ ഈ ചന്ത എന്നുള്ളതിൻ്റെ മാർക്കറ്റ് എന്ന് പറയും. സാഹിബിന് മനസ്സിലാകത്തില്ല. സാഹിബ് അത് പറയുന്നത് മോക്കറ്റ് എന്നാണ്. മോക്കറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ചന്തയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഓരോ തന്നെ പ്രൊണൗൺസിയേഷൻ മനസ്സിലാക്കണം. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സർക്കാർ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. അന്ന് തന്നെ ഒരു സാറ് വന്നൊരു വാക്കോട്ട് വെച്ച് കിഡ്നാപ്പ് എന്നൊരു വാക്ക്. 9ാം ക്ലാസ്സിൽ മിടുക്കിയായ ഒരു ടീച്ചർ വന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോഴാണ് കിഡ്നാപ്പ് എന്ന വാക്കിനെയാണ് മറ്റേ ആളെന്നെ കിഡ്നാപ്പ് പഠിപ്പിച്ചത് എനിക്ക് മനസ്സിലായത്. ഈ ടീച്ചർ എന്നെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ DGP ആയിട്ട് വല്ല സ്ഥലത്തും പോയി സബ് ഇൻസ്പെക്ടറോട് ആരുടെ ആ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുമെന്ന് ചോദിച്ചാൽ SI എൻ്റെ മുഖത്തൊക്കെ ചിരിക്കത്തില്ലായിരുന്നു. വിവരം കേട്ട DGP കിഡ്നാപ്പ് പഠിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നമില്ല. നിങ്ങൾക്ക് ഓഡിയോ ബുക്ക് കേട്ട് കഴിഞ്ഞാൽ ഓരോ വാക്കും എങ്ങനെ ഉച്ചരിക്കണം, ഓരോ സെൻറ്റൻസും എങ്ങനെ വായിക്കണം നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ശ്രദ്ധാർഹമായി. രണ്ടാമത്, കേട്ടാൽ പോരാ, കാണണം. നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാം, വീഡിയോ കാണാനായിട്ട് നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് ഡോക്യുമെൻ്ററീസ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചാണ്. ഡോക്യുമെൻ്ററീസ് കയറിയാൽ 66 ലക്ഷം വീഡിയോസാണ്. 66 ലക്ഷം. നമ്മൾ വിഷയം അങ്ങോട്ട് അടിച്ചാൽ ആ വിഷയത്തെപ്പറ്റി എത്ര വീഡിയോ ഉണ്ടെന്ന് ലിസ്റ്റ് വരും. അതിലൊന്നില്ലെങ്കിൽ തൊട്ടാൽ അതങ്ങോട്ട് തുറക്കും. പിരമിഡ്സ് ഓഫ് ഈജിപ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈജിപ്തിൻ്റെ പ്രസിദ്ധമായ 4000 പിരമിഡ് ലിസ്റ്റ് വരും. ഗിസ പിരമിഡെന്ന് അടിച്ചാൽ 440 ഹെക്ടർ സ്ഥലത്ത് 440 മീറ്റർ പൊക്കത്തിൽ ഉള്ള വലിയ പിരമിഡിൻ്റെ ഫോട്ടോയും അതിൻ്റെ സൈസും പണിഞ്ഞ് സക്കാറ പിരമിഡ് പണിഞ്ഞ ആരാണ്? സെനൻമട്ട്. ചരിത്രം ഇങ്ങനെ കൊണ്ട് വരും. ഇത് സുന്ദരമായിട്ട് പഠിക്കാൻ പറ്റും. വീഡിയോ കാസറ്റ്. ഇനി ഇംഗ്ലീഷിലൊരു പുസ്തകമുണ്ട്, അതിൻ്റെ സമ്മറി മലയാളത്തിൽ വേണം. അങ്ങനെയാണെങ്കിൽ കുക്കു ആപ്പിൽ കയറണം. KU കുക്കു ആപ്പിനകത്തോട്ട് കയറി ഇംഗ്ലീഷ് പുസ്തകം അടിച്ചു കൊടുക്കണം. ഞാനൊരിക്കൽ എൻ്റെ മോക്ക് ഗോൺ വിത്ത് ദ വിൻഡ് മാർഗരറ്റ് മിച്ചലിൻ്റെ നോവലിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അമ്മായി പറഞ്ഞു, മോനെ എനിക്ക് ഇതൊന്ന് വായിക്കണമല്ലോ മോനെ, എനിക്ക് ഇംഗ്ലീഷ് വലിയ പിടിയില്ല. ഞാൻ അമ്മായി ഒരു കാര്യം ചെയ്യും, ഞാനിപ്പോൾ അടിച്ചേരാന്ന്. കമ്പ്യൂട്ടർ മുമ്പിലോട്ട് അമ്മായി ഇരുത്തിയിട്ട് ഗോൺ വിത്ത് ദ വിൻഡ് മാർഗരറ്റ് മിച്ചൽ മലയാളം കുക്കു ആപ്പിനകത്ത് കയറി. അപ്പം ഗോൺ വിത്ത് ദ വിൻഡിൻ്റെ സമ്മറി മലയാളത്തിൽ ഇങ്ങനെ വന്നു. അമ്മായിക്ക് വളരെ സന്തോഷം. അതാണ് കുക്കു ആപ്പ്. ഇനി എല്ലാ പുസ്തകവും വായിക്കണോ? വേണ്ട. ഇപ്പോൾ ബ്ലിങ്കിസ്റ്റ് എന്ന സാധനമുണ്ട്. BLINKIST ബ്ലിങ്കിസ്റ്റ്. 4000 രൂപ അടച്ച് രജിസ്റ്റർ ചെയ്താൽ 360 ദിവസം ഏത് പുസ്തകം പറഞ്ഞാലും അതിൻ്റെ സമ്മറി 10 പേജിൽ അപ്പോഴേ സ്ക്രീന് വരും. 10 പേജിൽ. ഇപ്പോൾ കോളേജിലൊക്കെ 10 പിള്ളേർ ചേർന്നിട്ട് 4000 രൂപ കളക്ട് ചെയ്യും. 400 രൂപ ഒരാൾ അടച്ചിട്ട് കളക്ട് ചെയ്യും. എന്നിട്ട് കമ്പ്യൂട്ടറിൽ ബ്ലിങ്കിസ്റ്റ് ഓൺ ചെയ്തിട്ട് 10 പേരും ആവശ്യമുള്ള പുസ്തകമൊക്കെ അടിച്ചെടുക്കും. പല സ്കൂളിലും ഹെഡ് മാസ്റ്ററുടെ മുറിയിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ ബ്ലിങ്കിസ്റ്റ് ഉണ്ട്. ആ സ്കൂളിൽ ഏത് ടീച്ചറിന് വേണോ വരിക, അടിച്ചു കൊടുക്കുക, സമ്മറി എടുക്കുക, പോയി ക്ലാസ് എടുക്കുക. അപ്പോൾ ഈ ബ്ലിങ്കിസ്റ്റ് നിന്ന് കയറാൻ പറ്റിയാൽ ഏത് പുസ്തകത്തിനും സമ്മറിയും പെട്ടെന്ന് സ്ക്രീനിൽ വരും. ലിയോ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് 3200 പേജ് ഞാൻ 22 ദിവസം കൊണ്ട് വായിച്ചു. നിങ്ങൾക്കോ? നിങ്ങളിപ്പോൾ സ്ക്രീനിലോട്ട് കയറി ലിയോ ടോൾസ്റ്റോയ് വാർ ആൻഡ് പീസ് ഇംഗ്ലീഷ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 10 പേജിൽ 3200 പേജുള്ള പുസ്തകത്തിന് സമ്മറി ക്ലിക്ക് താഴെ വീഴും. ഞാൻ കൊല്ലത്ത് 4 പുസ്തകം വായിച്ചു. കാറിനകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിച്ചു കൊടുത്താൽ മതി, സമ്മറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ബ്ലിങ്കിസ്റ്റ്. ഇനി ബിബ്ലിയോഗ്രഫി സെർച്ച്. ഒരു പുസ്തകത്തെപ്പറ്റി എത്ര പുസ്തകം രചിക്കപ്പെട്ടിട്ടുണ്ട്?
ബിബ്ലിയോഗ്രഫി സെർച്ചിൽ കയറി അടിച്ചു കൊടുത്താൽ അപ്പോഴേ ആ ലിസ്റ്റ് ഓഫ് ബുക്സ് ഇഞ്ഞ് വരും. എൻസൈക്ലോപീഡിയ സെർച്ച്, ഞാനൊക്കെ പെട്ട എൻസൈക്ലോപീഡിയ നോക്കണമെങ്കിൽ തുമ്പോണൻ്റെ വീട്ടിൽ നിന്ന് ബസ്സിൽ കയറി പന്തളത്തിറങ്ങി, പന്തളത്തിൽ നിന്നൊരു ബസ് കയറി തിരുവനന്തപുരത്തിറങ്ങി, അവിടെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ മേളിൽ ചെന്ന് എൻസൈക്ലോപീഡിയ സെർച്ച് സെക്ഷൻ ചെല്ലും. അപ്പോൾ അവൻ ആദ്യം ആളിനകത്ത് ഒരു ഇരുമ്പ് ഗേറ്റ് പൂട്ടും, താഴ്ത്ത് പൂട്ടും, എന്നിട്ട് എടുത്ത് തരും വായിക്കുക. വായിച്ചു കഴിഞ്ഞ് അത് തിരിച്ചു കൊടുക്കുമ്പോൾ പേജസ് ഒന്ന് ലോസ്റ്റ് ആകുന്ന കഴിഞ്ഞാൽ പിന്നെ ഗേറ്റ് തുറന്ന് പുറത്തിറക്കാണ്. നിങ്ങൾ വീട്ടിലെ ലൈബ്രറിയിലോട്ട് ബെഡ്റൂമിലോട്ട് കയറി ടക്ക് ടക്ക് എന്ന് എൻസൈക്ലോപീഡിയ സെർച്ച് അടിച്ചിട്ടൊരു വാക്ക് അങ്ങോട്ട് കൊടുത്താൽ അപ്പോഴേ വരും ബൊട്ടാണിക്കയിൽ എന്ത് പറയുന്നു, അമേരിക്കനിൽ എന്ത് പറയുന്നു, കോളീസ് എൻസൈക്ലോപീഡിയ എന്ത് പറയുന്നു, വേൾഡ് ബുക്ക് എൻസൈക്ലോപീഡിയ എന്ത് പറയുന്നു. 5 സെക്കൻഡ് കൊണ്ട് 4 എൻസൈക്ലോപീഡിയ റെഫർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ക്ലൗഡ് ലൈബ്രറി, ആകാശമേ. ഇപ്പോഴോ കാട്ടിലെ തടിയും വെട്ടണ്ട, ആടിനെ കൊന്നതിൻ്റെ തോലെടുത്ത് ബൈൻഡിങ് ചെയ്യേണ്ട, മുറ്റത്ത് പ്ലാവും പോവുകയില്ല, ബെഡ്റൂമിലെ സ്ഥലവും പോവുകയില്ല. കമ്പ്യൂട്ടറിനകത്ത് ക്ലൗഡിനകത്ത് കയറുക. 28 കോടി പുസ്തകമാണ്, 28 കോടി. ഏത് മാറ്റർ അങ്ങോട്ട് പറഞ്ഞാൽ അപ്പോഴേ സ്ക്രീനിൽ വരും. E=mc² പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ സ്വന്തം പേന കൊണ്ട് അദ്ദേഹത്തിൻ്റെ നോട്ട്ബുക്കിൽ ഡിറൈവ് ചെയ്ത E=mc² അപ്പോഴേ സ്ക്രീനിൽ വരും. പണ്ടി അച്ഛന്മാരൊക്കെ റോമിൽ പോകും, തിരിച്ചു വന്നൊരു വാചോടിയാണ്, അലക്സാണ്ട്രയിൽ ഞങ്ങൾ റോമിൽ പോയി മാർപ്പാപ്പയുടെ വത്തിക്കാനിലെ ലാറ്ററൻ കൊട്ടാരത്തിൻ്റെ ഭൂഗർഭ അറയിലുള്ള കോഡ സിനൈറ്റിക്കസ് കണ്ടു. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സുവിശേഷമാണ് കോഡ സിനൈറ്റിക്കസ്. 1400 കൊല്ലം പഴക്കമുള്ള. നമ്മൾ വിചാരിക്കും അച്ഛൻ എന്ത് ഭാഗ്യവാൻ. ഇപ്പോഴോ പിള്ളേർ ബെഡ്റൂമിനകത്തോട്ട് കയറി ക്ലൗഡിനകത്ത് കയറും. കോഡ സിനൈറ്റിക്കസ് വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം, മാർപ്പാപ്പയുടെ ലാറ്ററൻ കൊട്ടാരത്തിൻ്റെ ഭൂഗർഭ അറയിലുള്ള കോഡ സിനൈറ്റിക്കസ് അപ്പോഴേ സ്ക്രീനിൽ വരും. നേരിട്ട് നമുക്ക് കാണാം, വായിക്കാം. ഇവിടെയാണ് നിങ്ങൾ ജീവിക്കുന്ന കാലം. ക്ലൗഡ് ലൈബ്രറി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റിയിരിക്കണം. പിന്നെ ഇപ്പോൾ ഒരു ചാറ്റ് GPT ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ അമ്മോ, ഇത് കണ്ടുപിടിച്ചാൽ സമ്മതിക്കാൻ പറ്റിയില്ല. പണ്ടൊരു ലേഖനം എഴുതണമെങ്കിൽ 2-3 ദിവസം മെനക്കെട്ട് പഠിച്ച് രാത്രി ഒരു 10:00 ഇരുന്ന് ലേഖനം എഴുതി വെളുപ്പിന് എഴുന്നേറ്റ് 9 മണിയാകുമ്പോൾ പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് പോസ്റ്റ് ചെയ്യും. ഇപ്പോഴോ ചാറ്റ് GPTക്കകത്ത് കയറി വിഷയം കൊണ്ട് കൊടുത്താൽ 5 മിനിറ്റ് കഴിയുമ്പോൾ ലേഖനം ടക്കാന്നിങ്ങി ഇറങ്ങി വരും. പ്രസംഗിക്കണോ? പണ്ട് നമ്മൾ മാറ്റർ കളക്ട് ചെയ്ത് ഏത് സ്ഥലത്ത് എഡ്യൂക്കേറ്റഡ് ക്രൗഡാണോ അൺഎഡ്യൂക്കേറ്റഡ് ക്രൗഡാണോ ഇത് നോക്കിയിട്ട് പ്രസംഗം തയ്യാറാക്കും. ഇപ്പോൾ ചാറ്റ് GPTക്കകത്തോട്ട് കയറി വിഷയം കൊണ്ട് കൊടുത്താൽ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരും. എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ അതനുസരിച്ചുള്ള പ്രസംഗം വരും, അൺഎഡ്യൂക്കേറ്റഡ് എന്ന് അതനുസരിച്ചുള്ള പ്രസംഗം വരും. ഇനി പ്രസംഗിച്ച് കേൾപ്പിക്കണോ? ഓർഡർ ചെയ്താൽ മതി. ഡിക്റ്റേറ്റഡ് ഓറലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെക്സ് സെലക്ട് ചെയ്യാം. മെയിൽ എന്ന് പറഞ്ഞാൽ സായിപ്പ് പ്രസംഗിക്കാം, ഫീമെയിൽ എന്ന് പറഞ്ഞാൽ മദാമ പ്രസംഗിക്കാം. ആൺപിള്ളേർ സാധനം മദാമയെ കൊണ്ട് പ്രസംഗിക്കും, പെൺപിള്ളേർ സാധനം സായിപ്പിനെ കൊണ്ട് പ്രസംഗിക്കും. അതൊരു രസമാണ്, ഓപ്പോസിറ്റ് സെക്സിനെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നത്. സംഗതി റെഡി. ഇത്തവണ IAS പരീക്ഷ എഴുതാൻ പോയ പിള്ളേർക്ക് ഞാൻ ക്ലാസ് എടുക്കാൻ ഞാൻ പറഞ്ഞു ഇക്കൊല്ലം ഒരു 12 വിഷയം വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഓരോ വിഷയമൊക്കെ പറഞ്ഞു, അവരെഴുതിയെടുത്തു. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ വിഷയത്തിലൂടെ ഞാൻ പ്രസംഗം തുടങ്ങി. ഒരു അരമണിക്കൂറിന് പിള്ളേർ പറഞ്ഞു കിട്ടി സാർ. നമ്മൾ എന്ത് കിട്ടി? അല്ല സാറിൻ്റെ 12 വിഷയത്തിനും കിട്ടി. അവന്മാരെന്തെന്നറിയാമോ? ഞാൻ പറഞ്ഞ ഓരോ വിഷയം ഓരോരുത്തരും അവൻ്റെ മൊബൈലിലോട്ട് ടൈപ്പ് ചെയ്ത് 12 പേര് നിരന്ന് നിന്ന് അതിനകത്ത് ടൈപ്പ് ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞപ്പം അതിൻ്റെ IAS പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടതെന്ന് മൊബൈലിനകത്ത് ഉത്തരം ഈ മോഡൽ ആൻസർ ഇറങ്ങി വരിക. ഞങ്ങളൊക്കെ പണ്ട് 3-4 മാസം മെനക്കെട്ട് മാറ്റർ കളക്ട് ചെയ്തിട്ടാണ് ഓരോ essay തയ്യാറായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 5 മിനിറ്റ് കൊണ്ട് പിള്ളേരുടെ മൊബൈലിലോട്ട് essay വരും. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാധനം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര സാധനം, ഭയങ്കര. അപ്പോഴേ പൊന്നുമക്കളെ, ഞങ്ങളൊന്നും സ്വപ്നം കണ്ടില്ല ഇങ്ങനൊരു സാധനം, ഇങ്ങനൊരു ലോകം ഭൂമിയിൽ ഉണ്ടാവുമെന്ന്. നിങ്ങളത് കിട്ടാൻ ഭാഗ്യം ചെയ്തവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പഠിക്കേണ്ട എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. നിങ്ങളങ്ങനെ പഠിച്ചില്ലെങ്കിൽ നിങ്ങളോട് മത്സരപരീക്ഷ എഴുതാൻ വരുന്ന ബോംബെയിലെയും ഡൽഹിയിലെയും കൽക്കട്ടയിലെയും മദ്രാസിലെയൊക്കെ കുട്ടികൾ ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പഠിച്ചിട്ട് വരുന്ന കുട്ടികളാണ്. അവരോട് നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാതെ മത്സരിക്കാൻ പോയാൽ അവരടിച്ച് നിങ്ങളെ ഫ്ലാറ്റാക്കിക്കളയും. അതുകൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെ പഠിക്കണം. അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ 2 വീഡിയോ ഞാൻ ഈ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ നമ്പറിലോട്ട് അയച്ചു കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളത് എടുത്തിട്ട് കമ്പ്യൂട്ടർ വെച്ച് എങ്ങനെ പഠിക്കാം എന്ന് നിങ്ങൾ പഠിക്കണം. അതാണ് നിങ്ങൾ 5ാമതായി ചെയ്യേണ്ട സ്റ്റെപ്പ്. ഇനി 6ാമതായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന്
ഒരു ചാർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ജീവിതം പ്ലാൻ ചെയ്താൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ. പ്ലാൻ ചെയ്യാതെ നിങ്ങൾ രക്ഷപ്പെടില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ പ്ലാൻ ചെയ്ത് പോവുക? ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. എലിസബത്ത് ടീച്ചർ, സ്മാർട്ട് ടീച്ചർ ക്ലാസ്സിൽ വന്നു. 200 രൂപ നോട്ട്ബുക്ക് കൊണ്ടുവന്നു. ഓരോ ഷീറ്റ് കീഴ് ഞങ്ങൾക്ക് തന്നു. നിങ്ങൾ ഓരോരുത്തരും പേരെഴുതണം, ജീവിതത്തിൽ എന്തായിത്തീരണമെന്ന് അതിൽ എഴുതാൻ പറഞ്ഞു. 50 കുട്ടികളുടെ ക്ലാസ്, 46 പേരും 2 വാക്കേ അറിയാവും: ഡോക്ടർ, എഞ്ചിനീയർ, ഡോക്ടർ, എഞ്ചിനീയർ. ഞങ്ങൾ 4 പേര് മാത്രം വേറെ ഓരോന്ന് എഴുതി കൊടുത്തു. ഒരുത്തൻ എഴുതി കൊടുത്തു സബ് ഇൻസ്പെക്ടർ, വേറൊരുത്തൻ എഴുതി കൊടുത്തു പൈലറ്റ്. ഞാൻ ആ പേപ്പറിൽ എഴുതി കൊടുത്തു MA, PhD, IAS. ടീച്ചർ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ മുഖത്തോടെ ഇങ്ങനെ തുറച്ചു നോക്കി. പിന്നെയും നോക്കിയിട്ട് എൻ്റെ മുഖത്തോട്ട് തുറച്ചു. ഒന്നും മിണ്ടിയല്ലേ ടീച്ചർ. ക്ലാസ് കഴിഞ്ഞാൽ മോർണിംഗ് വരാൻ പറഞ്ഞു. എന്നെ പിടിച്ച് വരാന്തയിൽ ഇറങ്ങി നേരെ സ്റ്റാഫ് റൂമിന് മുമ്പിൽ ചെന്നു. എന്നോട് ചോദിച്ചു, എന്നെ കളിയാക്കാനാണോ മോനിത് എഴുതിയത്? ഞാൻ പറഞ്ഞു, പൊന്നു ടീച്ചറെ കളിയാക്കട്ടെ, എനിക്കെന്ത് കിട്ടാനാണ്? ടീച്ചർ എഴുതാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു. ടീച്ചർ 2 കൈ എൻ്റെ തലയെ വെച്ച് ഒരൊറ്റ അനുഗ്രഹം: സർവശക്തനായ ഈശ്വരൻ മോനി ലക്ഷ്യം വെച്ചതൊക്കെ മോന് ലഭിക്കാൻ അനുഗ്രഹിക്കട്ടെ എന്നൊരു ഒറ്റ അനുഗ്രഹമാണ്. ടീച്ചറിൻ്റെ അനുഗ്രഹം വലിച്ചു. ഞാനൊന്ന് ഒരമ്മയെ എഴുതി കൊടുത്തുള്ളൂ, 4 MA എടുത്തു. 1 PhD എഴുതി കൊടുത്തുള്ളൂ, 2 PhD എടുത്തു. ഒരു തവണ IAS പരീക്ഷ പാസ്സാവാൻ തീരുമാനിച്ചുള്ളൂ, 2 തവണ IAS പരീക്ഷ പാസ്സായി. അപ്പോൾ നിങ്ങൾ ഈ പ്ലാനിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന 8ാം ക്ലാസ് പഠിക്കുന്നൊരു കുട്ടി, ആ കുട്ടിക്ക് 13 വയസ്സായി. ജീവിതത്തിൽ ഉയരാനുള്ള മത്സര പരീക്ഷ എഴുതാൻ 32 വയസ്സ് വരെയുമേ നമുക്ക് അവസരമുള്ളൂ. 32 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു പരീക്ഷ, വലിയ പരീക്ഷ ഒന്നും എഴുതാൻ ഒക്കെയില്ല. UN സിവിൽ സർവീസോ, ഇന്ത്യൻ സിവിൽ സർവീസോ, റിസർവ് ബാങ്ക് ഓഫീസർസ് ഒന്നും എഴുതാൻ ഒക്കെയില്ല. അപ്പോൾ ആ കുട്ടിക്കറിയാം, ഇപ്പം എനിക്ക് 13 വയസ്സായി, ഇനി എനിക്ക് 19 വർഷം പരീക്ഷ എഴുതാൻ കിട്ടും. അതായത് 2043 വരെ എനിക്ക് മത്സര പരീക്ഷ എഴുതാം. ഒരു കുട്ടി 10ാം ക്ലാസ്സിലാണ്. കുട്ടിക്കറിയാം, കുട്ടിക്ക് 15 വയസ്സായി. ഇനി ആ കുട്ടിക്ക് മത്സര പരീക്ഷ എഴുതാൻ 17 വർഷം. ഇപ്പോൾ 2041 വരെ പരീക്ഷ എഴുതാം. ഈ പരീക്ഷ കൃത്യമായി ചാർട്ട് ചെയ്തിരിക്കണം. 8ാം ക്ലാസ്സിലെ കുട്ടിക്കറിയാം, 2024 ഞാൻ 8ാം ക്ലാസ് പാസ്സാവും, 2026 ഞാൻ 10ാം ക്ലാസ് പാസ്സാവും, 2028 ഞാൻ +2 പാസ്സാവും, 2031 ഞാൻ ഡിഗ്രി എടുക്കും, എഞ്ചിനീയറിങ്ങോ മെഡിസിനോ ആണെങ്കിൽ 2032 എടുക്കാം, പോസ്റ്റ് ഗ്രാജുവേഷൻ MA MS ഞാൻ 2035 എടുക്കാം, 2037 MPhil എടുക്കാം, 2039 ഞാൻ PhD എടുക്കാം. ഇനി കുട്ടിക്ക് IAS പരീക്ഷ എഴുതണം. ഇപ്പം എനിക്ക് 13 വയസ്സായി, ഞാൻ 24 വയസ്സ് IAS എഴുതും. കുട്ടി കൃത്യമായിട്ട് അറിയാം, കുട്ടി 2035 IAS പരീക്ഷ എഴുതും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എഴുതാനുള്ള പരീക്ഷകൾ നല്ല കംപ്ലീറ്റ് ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചേക്കണം. എന്നിട്ട് ഏത് പരീക്ഷ എടുത്താലും അതിൻ്റെ സിലബസ് കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടും, അതിൻ്റെ കഴിഞ്ഞ 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും, അതിൻ്റെ മോഡൽ ആൻസേഴ്സ് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടും, സജസ്റ്റഡ് റീഡിങ് കിട്ടും, കമ്പൽസറി റീഡിങ് കിട്ടും, അതിൻ്റെ സമ്മറി കിട്ടും. എല്ലാം 5 മിനിറ്റ് കൊണ്ട് ടക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ജോലി ഈ കുന്നങ്ങളല്ല. എന്നിട്ട് ഓരോ പരീക്ഷയ്ക്കും അടിച്ച് പറത്തി പഠിക്കണം. അടിച്ച് പറത്തി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തിയിരിക്കും. നിങ്ങളെ ഈ ഹാളിൻ്റെ താഴെ വെച്ച് നിങ്ങളൊരു തീരുമാനം എടുത്താലുണ്ടല്ലോ, ജീവിതത്തിൽ ദൈവം തമ്പുരാനല്ലാതെ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ ആർക്കും പറ്റില്ല. നമ്മൾ ജീവിതത്തിൽ ലക്ഷ്യം വെച്ച് പഠിച്ചാലുണ്ടല്ലോ, ആ കസരയിൽ നമ്മൾ എത്തിയിരിക്കും. യാതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഈ പ്ലാനിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ പ്ലാനിങ് ചെയ്തിരിക്കണം.